നമ്മള് ന്യൂ ഇന്ത്യയുടെ പോർട്ടൽ, അതായത് പോർട്ടലിൽ പുതുതായിട്ട് കിട്ടിയ ഒരു ഏജന്റ് അല്ലെങ്കിൽ പോർട്ടൽ ചെയ്യാത്തൊരു ഏജന്റ് പോർട്ടൽ കിട്ടിയിട്ട് അറിവില്ലായ്മ കൊണ്ട് ചെയ്യാതിരിക്കുന്നവർക്കൊക്കെ എങ്ങനെ ഒരു പോർട്ടൽ യൂസ് ചെയ്യാം, അത് പോർട്ടലിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അതിനെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഗൂഗിൾ ക്രോം അടിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും. നമ്മൾ ഗൂഗിൾ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം വരുന്നതിന് നമ്മൾ ഇങ്ങനെ വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ എപ്പോഴും തുറക്കുന്ന സൈറ്റുകളൊക്കെ ഇങ്ങനെ വന്നു കിടക്കും. ഇത് എപ്പോഴും തുറക്കുന്നതായതുകൊണ്ടാണ് ന്യൂ ഇന്ത്യ അഷുറൻസ് ഇങ്ങനെ കാണിക്കുന്നത് ഏറ്റവും മുകളിലായിട്ട്. അപ്പൊ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെ ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ ഇത് എടുത്ത ന്യൂ ഇന്ത്യയുടെ സൈറ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇന്റർമീഡിയറി ഇത് ആദ്യം ചെയ്യണവരൊക്കെ ആവുമ്പോ ഈ ഇത് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്റർമീഡിയറി ഒക്കെ കാണിക്കും അതിൻ്റെ ഉള്ളിൽ. എന്നിട്ട് നമ്മൾ ഇന്റർമീഡിയറി ആണ് എടുക്കാൻ പോകുന്നത്. അതിനകത്തോട്ട് കയറിയാണ് പോർട്ടൽ ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ. ഈ മൗസെ പിടിച്ചിട്ട് ആദ്യം ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ എന്തെങ്കിലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചവർക്കൊക്കെ നിസ്സാരാണ്, ഈസിയാണ്. അപ്പൊ നമുക്ക് കമ്പനിയിൽ നിന്ന് പോർട്ടൽ തന്നു കഴിയുമ്പോൾ തരുന്നത് ഒരു യൂസർ നെയിമും പാസ്വേഡും ആണ്. ആ യൂസർ നെയിം ഇവിടെ അടിച്ചു കൊടുക്കുക. അത് തന്നേക്കണ പോലെ തന്നെ അടിച്ചു കൊടുക്കുക. അതിപ്പോ ഇവിടെ വന്ന് കിടപ്പുണ്ട് എന്റെയൊക്കെ. പിന്നെ പാസ്വേഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറണം. പിന്നെ ആദ്യം കമ്പനിയിൽ നിന്ന് തന്നെയാണ് പാസ്വേഡ് ആണെങ്കിലും നമുക്ക് മാറ്റി അടിച്ചു കൊടുത്തിട്ട് അത് സേവ് ചെയ്ത് വെച്ചാൽ ഇത് തുറക്കുമ്പോൾ അടിക്കണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഈ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ വരുന്ന ഒരു പേജ് എന്ന് പറയുന്ന തുറന്നു വരുന്നത് ഇങ്ങനത്തെ ഒരു പേജാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ വായിച്ചു നോക്കാം. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിവ് വായിച്ചു നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ഇതൊന്ന് ഓക്കെ കൊടുത്തു വിടുക. അതിനുശേഷം നമ്മൾ പോർട്ടലിനെ പരിചയപ്പെടുത്തുവാണേ. പോർട്ടലിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ്. ഒരു എന്തെങ്കിലും ടെക് സപ്പോർട്ട് വേണമെങ്കിൽ, ഇപ്പോൾ പോർട്ടൽ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു, അപ്പൊ ഇവിടെ എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോടെ മെയിൽ അയച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ടെക് സപ്പോർട്ട് കിട്ടും ന്യൂ ഇന്ത്യയുടെ സൈറ്റിൽ നിന്ന്. കേട്ടോ, ന്യൂ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു സപ്പോർട്ട് തരും. അതിനാണ് ഈ ടെക് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ മൈ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഇതിനകത്ത് നമ്മുടെ ആദ്യത്തെ പേജ്, ഹോം പേജ് എന്ന് പറയുന്ന ഇതാണ്. ഒരു പൊറോട്ട് പോകാൻ ഈ മൈ ഡാഷ്ബോർഡ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എല്ലാ പ്രോഡക്റ്റും കാണിക്കുന്നതാണ് ഈ പ്രോഡക്റ്റ്. പിന്നെ ക്വിക്ക് സർവീസ് എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് ഓരോന്നിനും ക്ലിക്ക് ചെയ്താൽ ആ സർവീസ് കിട്ടും. പിന്നെ ഹെൽപ്പ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ എന്ത് ഹെൽപ്പാണ് വേണ്ടതെന്നൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് ഇത് കിട്ടും. ഡേറ്റ്, പിന്നെ നമ്മുടെ പോർട്ടലിന്റെ സൈൻ, നമ്മളിപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പോർട്ടലാണെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ പേരും കാര്യങ്ങളും ഒക്കെ കാണിക്കും. ഇതിപ്പോൾ എൻ്റെ പോർട്ടലാണ്. അപ്പോൾ സൈൻഡ് ഇൻ ആസ് ഉഷ ബാലകൃഷ്ണൻ എന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോണ നമ്മുടെ APD ബാലൻസ് ഇവിടെ കാണിക്കും. APD എന്ന് വെച്ചാൽ അഡ്വാൻസ് പ്രീമിയം ഡെപ്പോസിറ്റ്. നമ്മുടെ ഓഫീസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കാണിക്കും. പിന്നെ പോളിസി കോഡ് നമ്പർ ഒക്കെ വെച്ചിട്ട് ഇവിടെ നമ്മൾ കോഡ് നമ്പർ ഏതെങ്കിലും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പോളിസി നമ്പർ ഒക്കെ വെച്ചിട്ട് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും അടിച്ചു കൊടുത്ത്. പിന്നെ റീഫിൽ മണി APDയിലേക്ക് നമുക്ക് ഇവിടുന്ന് ഇടാൻ പറ്റും. പിന്നെ APD റീഫിൽ ചെയ്തിട്ട് അതിന്റെ ഹിസ്റ്ററി, അത് എങ്ങനെ എത്ര ബാലൻസ് ഉണ്ട്, അത് എന്തൊക്കെയുണ്ടെന്നുള്ളതൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. ഒക്കെ പതുക്കെ പഠിക്കാവുന്ന കാര്യങ്ങളാണുള്ളൂ. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ബാക്കി നമ്മളിപ്പോ ഒരു പോർട്ടലില് നമ്മൾ മിസ്ലേനിയസ് എല്ലാ സൈസും മിസ്ലേനിയസ് ആയിട്ടുള്ള പോളിസികൾ അതേ ഇതിനകത്താണ് നമ്മൾ ഓരോന്നും നമുക്ക് ഏതാണോ ആവശ്യം. ഇപ്പൊ ഒരു വീടിന്റെ ഇൻഷുറൻസ്, അല്ലെങ്കിൽ ഒരു എംപ്ലോയി കോമ്പൻസേഷൻ, ഒരു ബർഗ്ലറി, അങ്ങനെയുള്ള അതെ നാരി സമ്മാൻ ഭീമ ഇപ്പൊ ഏറ്റവും പുതിയ പോളിസി, ന്യൂ ഇന്ത്യയുടെ ഗ്രഹസുവിധ പോളിസി, വീടിനുള്ള ഇൻഷുറൻസ്, ഓഫീസ് പ്രൊട്ടക്ഷൻ, പേഴ്സണൽ ആക്സിഡന്റ്, ഇതൊക്കെ വന്നാൽ ഇവിടെ ക്ലിക്ക് ചെയ്തെടുത്തുകൊണ്ടാണ് നമ്മൾ അടിക്കാൻ തുടങ്ങേണ്ടത്. ഇവിടെയാണ് എടുക്കണം. പിന്നെ മോട്ടറിൽ ഇത്രയും സൈസ് പോളിസികളാണുള്ളത്. അപ്പോൾ സാധാരണ മോട്ടറിൽ വരുന്നത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ, ഇപ്പൊ പ്രൈവറ്റ് കാറ്, സ്റ്റാൻഡ് ലോൺ, CPA, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണതിന് ഓരോന്ന് ഏതാണോ നിങ്ങൾക്ക് ആവശ്യം അത് സെലക്ട് ചെയ്ത് അടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യണേ. പിന്നെ ട്രാവൽ ഇൻഷുറൻസ്, ട്രാവലില് പോണ ആളുകൾക്ക് മെഡിക്ലെയിം എടുക്കുന്നത്, ട്രാവൽ ഈസി പോളിസി, ട്രാവൽ ഓവർസീസ് മെഡിക്ലെയിം ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ ഇത് ഏതാണോ ആവശ്യം അത് ക്ലിക്ക് ചെയ്താണ് നമ്മൾ അവർക്ക് പോളിസി അടിച്ചു കൊടുക്കുന്നത്. ഹെൽത്തിന്റെ ന്യൂ ഇന്ത്യക്കുള്ള എല്ലാ ഹെൽത്ത് ഇൻഷുറൻസുകളും ഇവിടെ കാണിക്കും. അതിലെടുത്തു കൊടുക്കുമ്പോൾ ഈ പോളിസി ഇപ്പൊ നമ്മൾ ഭാരതോ യൂണിവേഴ്സൽ ഹെൽത്തോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അടിച്ചു കൊടുക്കാൻ നേരത്തെ അത് ക്ലിക്ക് ചെയ്താണ് പാർട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്ത് നമ്മൾ പോളിസി എടുക്കണം. പിന്നെ ഫയർ പോളിസി, ഫയറും ഈ പറഞ്ഞ പോലെ വീടിന്റെ ഇൻഷുറൻസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നതും ഇതിനകത്തുകൂടിയ കടകള്, വീട് നമ്മൾ ഇൻഷുർ ചെയ്യുമ്പോൾ ഈ
ഫയർ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പോളിസി എടുത്തിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. പിന്നെ റൂറൽ ഒന്നും ഇവിടെ കാര്യമായിട്ട് ആരും അടിക്കാറില്ല. പിന്നെ മറൈനും ഞാൻ ചെയ്യാറില്ല. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സോ മെഷീനറി ഇൻഷുറൻസോ പബ്ലിക് ലൈബിലിറ്റിയോ ഒക്കെ ഇതിനകത്തൂടിയാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മളൊരു സാധാരണ ഒരു കോട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാർ അവിടെ നിന്നാണ് എല്ലാം അപ്രൂവ് ചെയ്ത് നമുക്ക് തരുന്നത്. ഇത്രയും പോളിസികളാണ് ഇതിനകത്തോടെ അടിക്കാൻ പറ്റുന്ന പോളിസി ഉള്ളത്. പിന്നെ ഈ റിന്യൂവൽസ് എന്ന് പറയുന്ന ഇവിടത്തെ ഈ കോളം, ഇത് നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഓൺലൈൻ ഇത് തെളിഞ്ഞു കിടക്കണേ എന്നാന്ന് ടിക്കായി കിടക്കണേ എന്നാന്ന് വെച്ചാൽ നമ്മൾ റിന്യൂവൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷം എടുത്ത പോളിസി അടുത്ത വർഷവും നമ്മൾ റിന്യൂ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മാറി. അപ്പൊ നമ്മൾ റിന്യൂവൽ ക്ലിക്ക് ചെയ്ത് അവിടെ വരും. എന്നിട്ട് ഇവിടെ കോട്ട് നമ്പറോ അല്ലെങ്കിൽ പോളിസി നമ്പറോ, കോട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് റിന്യൂവൽസിൽ കിട്ടും. റിന്യൂവൽ ആണെങ്കിൽ അത് നോക്കുമ്പോൾ നമുക്ക് സൈറ്റിൽ നിന്ന് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ പോളിസി നമ്പർ അടിച്ചു കൊടുത്തിട്ടും ഇവിടെ സെർച്ച് ചെയ്യുമ്പോഴത്തേനും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് താഴേക്ക് കിട്ടും. പുതിയ നമ്മുടെ അടുത്ത് എടുക്കാത്ത ഒരു പുതിയ സാധനം, ഒരു പുതിയ പോളിസി ഏത് എടുത്താലും ഒരു കോട്ട്, അതിന്റെ കോട്ട് എഴുതി വെച്ചിട്ട് പിന്നെ അത് തന്നെ ഒന്നോടെ തുറന്നു നോക്കണമെങ്കിൽ മാനേജ് കോട്ടിലാണ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കോട്ട് നമ്പർ അടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ നമ്മളൊരു വണ്ടിയൊക്കെ ഇൻഷുർ ചെയ്തിട്ടുണ്ട്, അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം അത് തീർന്നോ, അല്ലെങ്കിൽ അതിന്റെ പോളിസി നമ്പർ ഒന്ന് എടുക്കണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ പോളിസി ഒന്ന് എടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല, വേറെ ഒന്നും അറിയില്ലെങ്കിൽ വണ്ടി നമ്പർ വെച്ച് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും വണ്ടി നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ വരും. അത് കഴിഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടും. പിന്നെ നമുക്ക് ഈ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തും സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാനേജ് പോളിസി, ഒരു പോളിസി തുറന്ന് ഒരു പ്രിന്റ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് അവർക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ മാനേജ് പോളിസി എടുത്തിട്ട് ഇവിടെ പോളിസി നമ്പർ അടിച്ചു കൊടുത്താൽ മതി. ഇനി എന്തെങ്കിലും പേയ്മെന്റ് ചെയ്യാൻ മാത്രമായിട്ടുള്ളൂങ്കിൽ നമുക്ക് ഇവിടെ മേക്ക് പേയ്മെന്റ് എടുത്ത് അതിന്റെ കോഡ് നമ്പർ അടിച്ചു കൊടുത്താൽ സെർച്ച് ചെയ്താൽ മേക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഈ വ്യൂ റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞ കാര്യത്തിലാണ് നമ്മുടെ പോർട്ടൽ സംബന്ധമായ ഒത്തിരി കാര്യങ്ങൾ കിടക്കുന്നത്. ഇത് ഓരോ ദിവസം ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ ക്യാഷ് ഇട്ട് നമ്മൾ പോളിസി എടുക്കുക, അന്നൊന്ന് ക്യാഷിന്റെ ഓപ്ഷൻ ഇല്ല പോർട്ടലിലൂടെ. അങ്ങനെ എടുക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് തലേ ദിവസം എത്ര ക്യാഷ് ഇട്ട് പോളിസി എടുത്തിട്ടുണ്ട്, പേ ഇൻ സ്ലിപ്പ് റിപ്പോർട്ട് ഇത് കിട്ടണം ഇതിനകത്തൂടിയായിരുന്നു. APD ബാലൻസ് റിപ്പോർട്ട് കിട്ടും. ODS റിപ്പോർട്ട് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനാണ് നമുക്ക് പ്രീമിയം രജിസ്റ്റർ കിട്ടും, പോളിസി എക്സ്പയറി രജിസ്റ്റർ കിട്ടും. ഓരോ ദിവസം പ്രീമിയം രജിസ്റ്റർ ചെയ്യാൻ എത്ര ചെയ്തിട്ടുണ്ടെന്നൊക്കെ കിട്ടുന്നത് ഇവിടെയാണ്. അത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഡേറ്റും ദിവസമൊക്കെ ഇവിടെ അടിക്കാനുള്ള ഓപ്ഷൻ വരും. അതൊക്കെ നമ്മൾ ചെയ്യുന്ന ഇതിലൂടെയാണ്. പിന്നെ വ്യൂ ക്ലെയിംസ്, നമുക്ക് എന്തെങ്കിലും വണ്ടിക്ക് ക്ലെയിം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പോളിസി നമ്പർ അല്ലെങ്കിൽ കോഡ് നമ്പർ ഒക്കെ അടിച്ചു കൊടുത്തുകൊണ്ടോ ക്ലെയിം നമ്പർ അടിച്ചു കൊടുത്തുകൊണ്ടോ അതിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെ റിന്യൂവൽ നോട്ടീസ്, ഓരോ മാസവും നമുക്ക് റിന്യൂ ചെയ്യാനുള്ളതിന്റെ നോട്ടീസ് ഒക്കെ എടുക്കാൻ വേണ്ടി അതിന്റെ ഡേറ്റ്, പ്രോഡക്റ്റ് ഏതിന്റെ, ഇപ്പൊ ഹെൽത്തിന്റെ ആണെങ്കിൽ അല്ലെങ്കിൽ മോട്ടറിന്റെ ആണെങ്കിൽ ഒക്കെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ പ്രോഡക്റ്റ് ഏതാന്നൊക്കെ കൊടുത്ത് ഡേറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് സെർച്ച് ചെയ്താൽ അതും നമുക്ക് ഇതിനകത്തുകൂടി കിട്ടും. ഇതൊക്കെയാണ് ഒരു പോർട്ടലിന്റെ ഏകദേശം ഉള്ള. പിന്നെ ഇവിടെ കുറെ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഇവിടെ കിടക്കുന്ന ഡൗൺലോഡ് ഫോംസ്, വി ആർ നൗ ഓൺ വാട്സാപ്പിലും നമുക്ക് മെസ്സേജുകളൊക്കെ കിട്ടും. ന്യൂ ഇന്ത്യയുടെ നമുക്ക് ഒരു സർവീസ് നമ്പർ ഉണ്ട്. പിന്നെ ഡൗൺലോഡ് ഫോംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറെ ഏജന്റിന്റെ മാനുവൽ കിട്ടും. യൂസർ മാനുവൽ, ഇന്റർമീഡിയറി, അതായത് നമുക്ക് ഏജന്റിനുള്ള ഇന്റർമീഡിയറിക്കുള്ള യൂസർ മാനുവൽ കിട്ടും. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് വായിച്ചു നോക്കണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കാം. KYC അപ്ലോഡ് ചെയ്യുന്നതിന്റെ സ്റ്റെപ്പ് കിട്ടും. പിന്നെ ഓവർസീസ് ട്രാവൽ ഈസി ബ്രോഷർ, യുവഭാരത് ഹെൽത്ത് പോളിസിയുടെ ബ്രോഷർ, ന്യൂ ഇന്ത്യ പ്രീമിയർ മെഡിക്ലെയിം പോളിസിയുടെ കാര്യങ്ങള്, പിന്നെ അങ്ങനെയുള്ളതും, പിന്നെ ഫോംസ്, എല്ലാവിധ ഫോംസുകളും കുറെ എല്ലാം ഇതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഏതൊരു പോളിസി അടിക്കുമ്പോഴും അതിന്റെ ഫോംസ് ഒക്കെ ഇങ്ങനെ ഭാഗത്ത് വരും. ഒരു യുവഭാരത് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിന്റെ പോളിസിയൊക്കെ അതിന്റെ ഫോമും മറ്റു കാര്യങ്ങളും ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ വന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇതൊരു പോർട്ടൽ ഏകദേശം ഒരു തുടക്കക്കാർ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത്. ഞാൻ ഉഷ ബാലകൃഷ്ണൻ, ന്യൂ ഇന്ത്യ അഷുറൻസ് കോതമംഗലം ബ്രാഞ്ചില്, എറണാകുളം കോതമംഗലം ബ്രാഞ്ചില് ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഏതാണ്ട് 5-8 വർഷമായിട്ട് ഞാൻ ഈ പോർട്ടൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന തരാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് ആദ്യം വരുന്ന ഒരാൾക്ക് ഒരു ഏകദേശം ഒരു ധാരണ, പിന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.
ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ലിങ്ക് ഇട്ടേക്കാം. കയറി കണ്ടു കഴിയുമ്പോൾ ഉപകാരപ്രദമാവുകയാണെങ്കിൽ കമന്റ് ഇടുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ന്യൂ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഏജന്റിന് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങളിൽ സംശയം തോന്നുന്ന ഓരോ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു വീഡിയോയായിട്ട് ഞാൻ ഇട്ട് തരും. ഇനി നമ്മൾ സാധാരണ ഞാനൊക്കെ ചെയ്യുന്ന പോളിസികൾ എന്ന് പറഞ്ഞാൽ മോട്ടറിൽ ഇപ്പൊ ഒരു പ്രൈവറ്റ് കാറ്, 2 വീലർ, സ്റ്റാൻഡ് ലോൺ OD ഫോർ മോട്ടോർ PC, സ്റ്റാൻഡ് ലോൺ OD ഫോർ മോട്ടോർ 2 വീലർ, പിന്നെ കൊമേഴ്സ്യൽ വെഹിക്കിള്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഓരോന്നും വരുമ്പോൾ വരുന്നതനുസരിച്ച് ഞാൻ വീഡിയോ ഇടും. പിന്നെ നമ്മൾ ഹെൽത്തിന് കുറേ പോളിസികളുണ്ട്, അതും വരുന്ന അനുസരിച്ച് ഞാൻ വീഡിയോ ഇട്ട് തരാം. പിന്നെ ഈ മിസ്ലേനിയസിലും കുറേ പോളിസികൾ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഒരു 1-2 പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ പകുതി നമ്മൾക്ക് കോട്ട് എടുത്തിട്ട് ഞങ്ങൾ ഓഫീസിൽ കൊടുത്ത് അപ്രൂവ് ചെയ്താണ് എടുക്കാറ്. നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലെയിം വരുമ്പോൾ സർവീസ് തരേണ്ടത് അവരാ. അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഞങ്ങൾ അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാനൊക്കെ എടുക്കാറുള്ളൂ. ഇത്രയൊക്കെയാണ് ഒരു പോർട്ടലിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഒരു പോളിസി അടിക്കുന്നത് എങ്ങനെയാന്നുള്ളതും നമുക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പൊ നന്ദി, നമസ്കാരം.